ഹലോ ഗൈസ്, നമ്മളിന്ന് നോക്കുന്നത് ഒരു ചകിരി നെല്ല് കഥ കേൾക്കാനാണ് കേട്ടോ. പറഞ്ഞോ. ഹലോ, അസ്സലാമു അലൈക്കും മക്കളെ. എനിക്ക് ഇത്രയും പ്രായം കഴിഞ്ഞു, എനിക്കൊന്നും പറയാനൊന്നും കിട്ടണില്ല മക്കളെ. മറന്നുപോയി, പ്രായമായില്ലേ, വയസ്സായി. പിന്നെ ചിലത് ഈ കുട്ടികൾ കിടന്ന് തല്ലി അലക്കാണ്, പറ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് കാരണം എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. ഞങ്ങളെ കാലത്ത് പെണ്ണുങ്ങൾക്ക് ജോലിയൊന്നുമില്ല. ഇന്നത്തെ കാര്യമല്ല, വെറുതെ വീട്ടിലിരിക്കല്ല. അതിന് അന്ന് കയറ് പിരിക്കലാണ്. കയറ് ഇരുന്ന് രാവും പകലും ഒക്കെ ഇരുന്ന് പിരിക്കും. കൈയൊക്കെ പൊട്ടും. പിരിച്ച് ഒരു ചൂടി കയറ് കൊണ്ടുപോയാൽ ഒരു 3/4 കിട്ടും. ഒരു 3/4-ന് സാധനങ്ങൾ കഴിക്കും. ചവിരിയാണെങ്കിൽ അവർ കൊണ്ടുവന്നിട്ട് തരില്ല. അതിന് ഞങ്ങൾ കുട്ടികളൊക്കെ എല്ലാവരും പാടെ ഒന്ന് ചവിരിക്കുന്നത്തേക്ക് പോകും. വലിയ കുന്നാണ്. ചവിരി തല്ലി ഇങ്ങനെ കുന്നായിട്ട് കിടക്കണം. പെണ്ണുങ്ങൾ ചവിരി കല്ലണം. ഒരേ ചവിരി ഇങ്ങനെ തല്ലി ഇങ്ങനെ കുടഞ്ഞ് ചോറ് കളഞ്ഞ് ഇങ്ങനെ ഇടും. അത് നോക്കിയിരുന്നിട്ട് ഞങ്ങൾ പോയി ആ ചവിരി വാരി കൊണ്ടുവന്ന് വെയിലത്തിട്ട് ഉണക്കും. ഒക്കെ ഉണക്കി കുറേ ചവിരി ആവുമ്പോൾ, ഒരു കെട്ട് ചവിരി ആവുമ്പോൾ അത് ഞങ്ങൾ ചവിരി കെട്ടാൻ കയറ് വേണ്ടേ. അതിനെന്ത് ചെയ്യും? ഈ ചവിരി കൊണ്ട് തന്നെ ഇങ്ങനെ പിരിക്കും. ഇങ്ങനെ ഒരാൾ നീട്ടി തരും. അപ്പം ഇങ്ങനെ പിരിച്ച് പിരിയാനാക്കും. അങ്ങനെ പിരിയാനാക്കിയിട്ട് വള്ളി പോലെ ആക്കും. ആ വള്ളി നീട്ടിട്ട് അതിൽ ഈ ചവിരിയൊക്കെ വാരി കൂട്ടി വെച്ച് ഒരേ കെട്ടാക്കും. ആ ഒരേ കെട്ടാക്കി വരും കൊണ്ടുവന്ന് വീട്ടിലിടും. ഉമ്മമാർക്ക് പിരിക്കാൻ അവർ പിരിക്കും. പിന്നെ പെറ്റമ്മയും കുഞ്ഞുമ്മ ഇവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കൊയ്യിടും, അവർ പിരിക്കും. അപ്പം അങ്ങനെ കൊണ്ടുവന്നിടും. ചവിരി അല്ലി ഉണക്കി കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്താൽ ആ കയറാകുമ്പോൾ ഒരു ചൂടി ഇങ്ങനെ കാലുമ്മ വെച്ചിട്ട് ഇങ്ങനെ ചിറ്റലാണ്. വണ്ണമുള്ള കയറ്, അതൊരു ചൂടിയാണ്. അത് ഏകദേശം ഇത്ര ഉണ്ടാവും. ആ ചൂടി വലിയ ചൂടിയാണ്. അതിങ്ങനെ ചുറ്റി ഇഴുക്കും. ആ ഒരു ചൂടി കയറിന് എത്ര എൻ്റെ ഉടമക്കാരനൊക്കെ അപ്പോൾ കടയുണ്ടാവും. എന്താ ഈ കയറും കൊണ്ട് ചെല്ലുമ്പോൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാമല്ല. അപ്പോൾ ചൂടിയും കൊണ്ടുപോയാൽ 2 ചൂടിയോ 3 ചൂടിയൊക്കെ ഉണ്ടാവും. അത് കൊണ്ടുപോയാൽ 3 ചൂടുണ്ടെങ്കിൽ 3/4 കിട്ടും. 4 ചൂടുണ്ടെങ്കിൽ 4/4 കിട്ടും. അപ്പോൾ എന്നിട്ട് ഇതിന് ശർക്കര, ചായപ്പൊടി, പഞ്ചസാര എല്ലാ കാലത്ത് ഇട്ടാ. പഞ്ചസാരയുടെ ഇതൊന്നുമില്ല, ശർക്കര അന്ന് ആ കാലത്ത് അതാണ്. ശർക്കരയും ചായപ്പൊടിയും പിണ്ണാക്കും, കപ്പലണ്ടി പിണ്ണാക്കും, കൊപ്പര പിണ്ണാക്കും ഒക്കെ മേടിക്കും. പിന്നെ ഇടിക്കണ കിഴങ്ങ്, കൊള്ളിക്കിഴങ്ങ് എന്ന് പറയണത് ഇവിടെ കപ്പ എന്ന് പറയണതാണ് കേട്ടോ. അവിടെ കൊള്ളി എന്നാണ് പറയാ. കൊള്ളിക്കിഴങ്ങ് ഇതൊക്കെ മേടിച്ച് ഉപ്പും മുളകും ഒക്കെ മേടിക്കും. വേറെ പച്ചമുളകും സാമാനമൊന്നും ഇതൊന്നുമില്ല. ഇന്നത്തെ സാമാനമൊന്നുമില്ല. മല്ലിയും മുളകും ഒക്കെയാണ്. ഈ മല്ലിയും മുളകും വറുത്ത് ഇടിച്ച് അമ്മിമ്മലിട്ട് അരച്ചിട്ടാണ് കറി വെക്കണത്. കറി എന്ന് പറയില്ല, കൂട്ടാൻ വെക്കണ. കറി ഇന്നാണ്, അന്ന് കൂട്ടാനാണ്. കൂട്ടാൻ വെക്കണ. ആ കൂട്ടാൻ വെക്കും. അതിനുള്ളൊരു രസം, എന്ത് രസമാണ് മക്കളെ. ഇന്ന് ഈ സാധനങ്ങളൊക്കെ കൂട്ടി വെച്ചാൽ വല്ല രസമുണ്ടായി. ഞാൻ ഒരു രസവും കാണാനില്ല. എന്തെല്ലാം സാധനങ്ങൾ ഇറച്ചിയിൽ വെക്കണമെങ്കിൽ എത്ര മസാലകൾ എന്തൊക്കെ ചേർത്ത്. അതൊരു തക്കാളി ഇല്ല, വെളുത്തുള്ളി ഇല്ല, ഒന്നുമില്ല. സവാള ഉള്ളി ഉണ്ടാവും, അത് ഇച്ചിരിയൊക്കെ ചതച്ചിടും. ഇന്നത്തെ അരിയാലൊന്നുമല്ല, മീമിട്ടൊക്കെ ചതക്കലാണ്. ചതച്ചൊക്കെ ഇടും. അത് ഇട്ടിട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് മല്ലിയും മുളകും വറുത്ത് പൊടിച്ചിട്ട് ഇട്ടിട്ട് കുഴച്ച് അടുപ്പിൽ വെക്കും. ഈ ഇറച്ചി തിന്നാനുള്ള രസം എന്താ. ഓരിറച്ചി ഉണ്ടാവും, ഒരേ കല ഇറച്ചിയാണ്. അല്ലാണ്ട് ഇന്നത്തെ ചിരിച്ചിറച്ചിയൊന്നുമല്ല. ഇല്ല, ഒന്നും ഇങ്ങനെ കിട്ടുകയല്ലേ. 1 കിലോ ഇറച്ചിയൊക്കെ ഉണ്ട്. ഉപ്പ് ഒരേ കല. അത് വെച്ച് വലിയ ചട്ടി ഉണ്ടാവും. ആ ചട്ടിയിൽ വാരി ഇട്ടിട്ട്
ഒക്കെ കോലാമലൊക്കെയാണ് കൊണ്ടുവന്ന് വെച്ചിട്ട് തിന്നുക. കോലാമ കൊണ്ടുവന്ന് വെച്ച് തിന്നും. ഈ ചവിരിച്ചിട്ട് ഈ കയറ് പിന്നെയും പിറ്റേന്നും പോകും ചവിരിക്കുന്നത്ത് ചവിരി കൊണ്ടുവരാൻ. അങ്ങനെ ചവിരിക്കുന്നത്ത് പോകും. അപ്പം ചവിരിക്കുന്നത്ത് പോകുമ്പോൾ പോയി കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും പറയും നമുക്ക് കല്ലുമ്മക്കായി എടുക്കാൻ പോകാമെന്ന്. തെക്കേ പോയാൽ കല്ലുമ്മക്കായി എന്നിട്ട് അയിമുഖമാണ് തെക്കേ പോയ എന്ന് പറയണം. ആ തെക്കേ പോയി കല്ലുമ്മക്കായി എടുക്കുക. കല്ലുമ്മക്കായി ഞങ്ങളെല്ലാവരും പാടെ പോകും. വലിയ വള്ളിക്കൊട്ടൊക്കെ എടുത്തിട്ട് പോകും. ഇത് പോയി ഇറങ്ങി ഏറ്റം വരുമ്പോൾ കയറിയില്ലെങ്കിൽ കടലിൽ പോകും കേട്ടോ. ഇറക്കം നോക്കി പോയി ഒക്കെ ഇറങ്ങി നോക്കുമ്പോൾ പായ് വിരിച്ച മാതിരിയാണ് കല്ലുമ്മക്കായി. മുകളിലേക്ക് തൊള്ളയായിട്ട് ചെളിയാണ്. ഇങ്ങനെ പായ് വിരിച്ച മാതിരി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം അതിങ്ങനെ പൊട്ടിച്ച് വാരി വള്ളിക്കൊട്ടയിൽ ഇട്ടിട്ട് തിരുമ്പി കഴുകി വസളിയൊക്കെ കളഞ്ഞ് വരുമ്പോൾ ഇത് പിന്നെ ഒരു മാലയാവും. ഇത് കല്ലുമ്മക്കായി ഈ ചെളിയുമ്പോൾ ഇതിൻ്റെ തൊള്ള ചെളിയുമ്പോഴാണ്. അപ്പം അത് പൊട്ടിച്ചെടുക്കണം. പിന്നെ ഒക്കെ കഴുകി അങ്ങനെ ആ കല്ലുമ്മക്കായും കൊണ്ടുവരും. എന്തോരം കല്ലുമ്മക്കായ കുറച്ചൊക്കെ കൊണ്ടുവന്ന് കുട്ടി ഇത് തിന്ന്. ഇതാണ് തീറ്റി. അല്ലാണ്ട് ചോറൊന്നുമില്ല. ചോറ് ഇവിടെ എന്ത് ചോറ്? ഒരു രണ്ട് ടീസ്പൂണ് ചോറുണ്ടാവില്ല തിന്നാൻ. ചോറൊന്നും കിട്ടുമെന്നില്ല. ഇത് വാരി തിന്നും, പറക്കി തിന്നി. കൊള്ളിക്കിഴങ്ങ് ഇടിക്കണ കിഴങ്ങ് ഇടിച്ച് പൊടിയാക്കിയിട്ട് ഈ കക്കട കറയൊക്കെ ഇട്ടിട്ട് തേങ്ങ ഒക്കെ അരച്ച് വീത്തിയിട്ട് കുറുക്ക് പോലെ ഉണ്ടാക്കി അപ്പം പോലെ ഉണ്ടാക്കും. അപ്പം പോലെ ഉണ്ടാക്കിയാൽ നല്ല രസമാണ് അതൊക്കെ തിന്നാൻ. എന്ത് രസമാണ്. കോരി ഇട്ടിട്ട് ഒരേ ചട്ടിയാണ് ഓരോരുത്തർ തിന്നാലും മതിയാവില്ല. തിന്നാൽ കേടുമില്ല, രോഗമില്ല. ഇന്ന് വെറും കേടും രോഗമാണ്. എന്ത് തിന്നാലും രോഗമാണ്. അതൊക്കെ വാരി ഇട്ടൊക്കെ തിന്നും. ഇതും കയ്യും പിറ്റേന്നും പോകും ചവിരിക്കുന്നത്ത്. പിന്നെയും പോയി ഇതൊക്കെ കെട്ടിച്ചോന്നൊക്കെ കൊണ്ടുവരും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് പെരുന്നാൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കൂട്ടി വെക്കും. ചിരിച്ച പിടിയരിയൊക്കെ വാരിയിട്ട് വെക്കും. പെരുന്നാളിന് തിന്നണ്ടേ. പെരുന്നാളിന് അതായത് ഇന്നെന്നും പെരുന്നാളാണ്. അന്ന് പെരുന്നാൾ എന്ന് പറയുന്ന ദിവസമാണ് പെരുന്നാൾ. മറ്റത് പറയാൻ കക്കടള്ളും കേങ്ങും കഞ്ഞി ഇടിക്കട കേങ്ങും കൊള്ളിക്കേങ്ങും ഒക്കെ തിന്നിട്ടാണ് ജീവിക്കുന്നത്. വയറ്റിൻ്റെ ഇലയും പൊന്നാങ്കണ്ണി വയലിച്ചുള്ളിയുടെ കൊമ്പും ഇതൊക്കെയാണ്